ജമാഅത്തെ ഇസ്ലാമി വിവാദ പരാമർശത്തിൽ AK ബാലനെ തള്ളാതെ മുഖ്യമന്ത്രി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. പറയാനുള്ളത് പാർട്ടി പറയുമെന്ന് പ്രതികരിച്ച് ചോദ്യങ്ങളിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. CPM നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലന്റെ പരാമർശമെന്ന ആരോപണം പ്രതിപക്ഷം ഇന്നും ആവർത്തിച്ചു. UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യുമെന്നും അതോടെ പല മാറാടുകൾ ആവർത്തിക്കുമെന്നുമുള്ള AK ബാലന്റെ പരാമർശമാണ് വിവാദങ്ങൾ ആളിക്കത്തിച്ചത്. എന്നാൽ പരാമർശം തള്ളാൻ മുഖ്യമന്ത്രിയും തയ്യാറായില്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ വിവാദ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയും 5ാം മന്ത്രി വിവാദത്തിൽ VD സതീശൻ സ്വീകരിച്ച നിലപാടും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത്. പാർട്ടി പറയാനുള്ളത് പാർട്ടി പറയുമെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. AK ബാലന് പിന്തുണയുമായി LDF കൺവീനറും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ജമാഅത്ത് സ്വീകരിക്കുന്ന ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ, ലീഗ് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികരണം ഒരാൾ പ്രകടിപ്പിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു കലാപാഖാനമായിട്ട് പരിഗണിക്കുന്നത് ശരിയല്ല. അതേസമയം CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ AK ബാലനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. AK ബാലൻ വാ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകുമെന്നാണ് നേതാക്കളുടെ വിമർശനം. എന്നാൽ വിവാദ പരാമർശത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നാണ് AK ബാലന്റെ നിലപാട്. CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് വിവാദ പരാമർശമെന്ന വാദം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.